നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ ആകാശ് തില്ലങ്കേരിയും അതോടൊപ്പം തന്നെ കൂടെ മറ്റുള്ളവരും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അത് വയനാട്ടിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ, അതായത് നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും പങ്കുവച്ചത്. ആ ദൃശ്യങ്ങളിൽ എത്രത്തോളം ഒഫൻസ് ഉണ്ട് എന്നത് വളരെ കൃത്യവും വ്യക്തവുമാണ്. അത് തന്നെ പരിശോധിച്ചാൽ, അതായത് ആ വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ ഒന്നാമത്തെ ഒഫൻസായി കാണാം. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, അത് മറ്റൊരു ഒഫൻസാണ്. ഒപ്പം ഈ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അങ്ങനെ നിരവധി ഈ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രം വ്യക്തമാണ്. ആ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല, അതുകൊണ്ട് RC ഓണറെ വേഗത്തിൽ കണ്ടുപിടിക്കുക അപ്രായോഗികമാണ്. ആ ഘട്ടത്തിൽ സാധാരണഗതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ചെയ്യാറുള്ളത് ആ വാഹനം ഓടിച്ച ആളെ തിരിച്ചറിയുകയും അതിനുശേഷം ആ ലൈസൻസ് ഹോൾഡറെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ് സാധാരണഗതിയിൽ ചെയ്തത്. ഇത്തരം ദൃശ്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ സമീപകാലത്ത് നിരവധി വ്ളോഗർമാരെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഓടിയിട്ടുണ്ട്. അതൊന്നും ശരിയായ നടപടിയല്ല, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന വാദമല്ല ഇവിടെ പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ പനവരത്ത് നിന്നാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വയനാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് നിയമത്തെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും അത് സംബന്ധിച്ച് പലവിധ അവകാശവാദങ്ങൾ ഇതേ സമൂഹ മാധ്യമത്തിൽ കമന്റായും മറ്റും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതിയാണ് ആകാശ് തില്ലങ്കേരി. സ്വർണ്ണക്കടത്ത് കേസിലും ആരോപണ വിധേയനാണ്, അന്വേഷണം നേരിട്ട വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തി നിയമവിരുദ്ധമായി നിരവധി ഒഫൻസുകൾ, ഈ ദൃശ്യങ്ങളിൽ മാത്രം വ്യക്തമാകുന്ന നിരവധി ഒഫൻസുകൾ അവിടെ തന്നെ വ്യക്തമാണ്. അങ്ങനെ ഒരു ദൃശ്യം ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പുറത്ത് വളരെ മാന്യമായി സഞ്ചരിക്കുന്നു എന്നത് അത്ര ഉചിതമായ കാര്യമല്ല. അതൊരു നല്ല സന്ദേശമല്ല നമ്മുടെ നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് നൽകുക എന്ന കാര്യത്തിൽ വ്യക്തത കുറവൊന്നുമില്ല. പക്ഷേ അതായത് ഈ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല, അതുകൊണ്ട് വളരെ വേഗത്തിലുള്ള നടപടി അസാധ്യമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനുശേഷം നടപടി സ്വീകരിക്കുന്നത് കാര്യം പരിശോധിക്കുന്നു, ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു എന്നൊക്കെയാണ് മറുപടി. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ദൃശ്യങ്ങൾ വന്ന് മണിക്കൂറുകൾക്കകം നടപടി സ്വീകരിച്ച പല സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പല വ്ളോഗർമാരുടെയും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു മെല്ലെപ്പോക്കുണ്ട് എന്ന സംശയം സ്വാഭാവികമായി തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര വലിയ ഒഫൻസുകൾ അതിലുണ്ട് എന്ന ദൃശ്യങ്ങൾ സ്വയം സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നു എന്ന് പറയുന്നു. കാത്തിരിക്കാം എന്ത് നടപടി, എന്ത് വിശദീകരണം അവർ പറയുമെന്ന കാര്യത്തിൽ. ഗോപികൃഷ്ണൻ. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. ആ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യത്തിൽ നടപടിയെടുത്തിട്ടില്ല എന്നും സജോ ദേവസ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു കണ്ണൂരിൽ നിന്ന്.